ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. രണ്ട് മൂന്ന് അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. അതിൽ ആദ്യം ഈ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ വളരെ സന്തോഷകരമായ ഒരു വാർത്തയുണ്ട്. അതായത് കേരളത്തിൽ നാളെ മുതൽ നോ അക്രമം. ഒരു അക്രമം ഉണ്ടാവില്ല, ഒരു കൊലപാതകം ഉണ്ടാവില്ല, ലഹരിയില്ല, MDMA ഇല്ല, കള്ളില്ല, സിഗരറ്റ് ഇല്ല, ഒന്നുമില്ല. നോ വയലൻസ്. നാളെ മുതൽ കേരളം സ്വർഗമാണ്. എന്താണെന്നല്ലേ, രണ്ട് സിനിമകൾ അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒന്ന് കാട്ടാളൻ. കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇനി വയലൻസ് ഉണ്ടാവില്ല എന്ന് മുഹമ്മദ് ഷെരീഫ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഷെരീഫ് മുഹമ്മദ് എന്ന് പറയുന്ന അതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, അതിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിന്റെ മുമ്പ് ഈ വയലൻസ് ഇല്ലാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് മാർക്കോ സിനിമയ്ക്ക് TV ചാനലുകളിൽ നിരോധനം. ഇനി മുതൽ നാളെ ഒരു വയലൻസും ഇല്ല. എന്തായാലും TV ചാനലുകളിലേക്ക് മാർക്കോ എത്തില്ല. പ്രദർശനാനുമതി നിഷേധിച്ച് CBFC OTT നിന്നും നീക്കണമെന്ന ആവശ്യം. അതും കൂടെ ചെയ്താൽ ഞാൻ പറഞ്ഞില്ല, സ്വർഗാണ് ഇവനെ, സ്വർഗം. എനിക്ക് അറിയാൻ മേലാണ്ട് ചോദിക്കുകയാണ്, എന്ത് ഊച്ചാളികളാണല്ലേ നമ്മളെ ചുറ്റും ജീവിക്കുന്ന രാഷ്ട്രീയക്കാരാണെങ്കിലും നിയമപാലകരാണെങ്കിലും, അതല്ലാതെ ഇത്തരത്തിൽ തീരുമാനം എടുക്കുന്നവരാണെങ്കിലും, അതല്ലാതെ ഫിലിം ചേംബർ ആണെങ്കിലും സെൻസർ ബോർഡ് ആണെങ്കിലും, ഒരു സിനിമ നിരോധിച്ചതുകൊണ്ട് മാത്രം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ അറിയാലോ. ഇപ്പൊ ഒരുത്തൻ സ്വന്തം ഫാമിലിയിലുള്ള അച്ഛനെയും എന്താ പറയാ, അല്ലെങ്കിൽ അമ്മേനെയും മക്കളെയും വേണ്ടപ്പെട്ടവരൊക്കെ കൊല്ലുക, സ്വന്തം കുട്ടികളെ കിണറ്റിലിട്ട് കൊല്ലുക. ഇതൊക്കെ ചെയ്യണത് മാർക്കോ പോലുള്ള വയലന്റ് സിനിമകൾ കണ്ടിട്ടാണെന്നാണ് പറയുന്നത്. എന്ത് ഞാൻ പറയട്ടെ, TV ചാനലുകളിൽ നിന്ന് നിരോധനം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഓക്കെ. കാരണം അത് ചെറിയ കുട്ടികളും കാണാൻ സാധ്യതയുണ്ട്, 18 വയസ്സിന് താഴെയുള്ളവരും കാണാൻ സാധ്യതയുണ്ട്. ഒരു പക്ഷെ അത് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇപ്പോ ഈ അടുത്ത് വേറെയും കുറെ പ്രശ്നങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഉണ്ണിമുകുന്ദൻ ഏതോ ചെറിയ കുട്ടി ഇങ്ങനെ മാർക്കോ കാണുന്നതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത്, ഒരു ഫോട്ടോ എടുത്തിട്ട് വാച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രതിഷേധമൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ കുട്ടികൾ കാണേണ്ടതല്ല, A സർട്ടിഫിക്കറ്റ് സാധനമാണ്, അത് തെറ്റ് തന്നെയാണ്. അത് പ്രൊമോട്ട് ചെയ്തത് ഉണ്ണിമുകുന്ദൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് ആര് ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റാണ്. ഉണ്ണിമുകുന്ദൻ കൊളാബ് ചെയ്തിട്ടുണ്ട്, എന്തായാലും അത് തെറ്റ് തന്നെയാണ്. അതുപോലെ TV ചാനൽ വരുന്നത് തടയാണെങ്കിലും ഓക്കെ എന്നല്ല. OTT നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ എത്ര ജപ്പാൻ സിനിമകൾ, കൊറിയൻ സിനിമകൾ, അങ്ങനെ എത്ര A സർട്ടിഫിക്കറ്റ് ഉള്ള വയലൻസ് അത്രയും കോരിച്ചൊരിയുന്ന, ചോരയിൽ കുളിപ്പിക്കുന്ന സിനിമകളുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ആ നാടൊക്കെ നശിച്ചു പോയോ? ഇവിടെ MDMA കിട്ടുന്നുണ്ട്, അത് തടയാൻ സർക്കാരിനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനോ സാധിക്കുന്നില്ല. ഒന്നും വേണ്ട, സിഗരറ്റ്, ഏറ്റവും ചെറിയ സാധനമാണ്, അല്ലെങ്കിൽ മദ്യം കുടിച്ചലമ്പുണ്ടായതുകൊണ്ട് അത് നമുക്ക് നിർത്തലാക്കാൻ പറ്റില്ല. കുടിക്കാൻ പാടില്ല, കുടിച്ചലമ്പാക്കിയ പ്രശ്നമാണ്. സിഗരറ്റും ഹാൻഡ്സും സാധനങ്ങളും ഇപ്പോഴും അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. ലഹരി വസ്തുക്കൾ ഇവിടെ എത്ര സുലഭമായിട്ട് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് ഒന്നും തടയാൻ നമുക്ക് പറ്റുന്നില്ല? ഒന്നും തടയാൻ ശ്രമിക്കാതെ എനിക്ക് എല്ലാ സമയത്തുള്ള ഒരു ടെൻഷൻ, എൻ്റെ ഒരു സംശയമാണ്. ഞാൻ അപ്ഡേറ്റിലേക്ക് വരട്ടെ, ഒന്ന് പറഞ്ഞിട്ട് വരാമെന്ന് കരുതി. കാരണം ഇങ്ങനത്തെ ഒരു ഭയങ്കര വൻപൻ തെമ്മാടിത്തരം കാണിക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് പറയുന്നതാണ്. സിഗരറ്റിന്റെ കൂടുതൽ ഇങ്ങനെ പടം വരച്ചു വെച്ചിട്ടുണ്ട്. സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ ഈ തൊണ്ടയ്ക്ക് പോയി ക്യാൻസർ ഒക്കെ വന്ന വൃത്തിയിട്ട ഫോട്ടോ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പൊളിഞ്ഞ് തൊണ്ടയിലൊക്കെ പ്രശ്നം വന്ന് ക്യാൻസർ വന്നതിന്റെ ഫോട്ടോ അത് കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് വലിച്ചാൽ ഇങ്ങനെയൊക്കെ വരും. എന്നാ പിന്നെ എന്തിനാണ് അത് വിൽക്കാൻ നിൽക്കുന്നത്? ഇത് വിറ്റ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരുന്ന എല്ലാവർക്കും അറിഞ്ഞൂടെ? കള്ള് കുടിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടക്കം പോകും, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്. അതൊക്കെ വരില്ലേ? അപ്പൊ നിങ്ങൾ പറയുന്നത് MDMA പോലെ ലഹരികൾ കടിച്ചു കഴിഞ്ഞാൽ സ്വന്തം ജീവനല്ല, ബാക്കിയുള്ളവരെ പോയി കൊല്ലുകയാണ്, ബാക്കിയുള്ളവരുടെ ജീവനാണ് പ്രശ്നം. അങ്ങനെയാണോ? സ്വന്തം ജീവൻ, സ്വന്തം ശരീരം ഒരാൾ കുടിച്ചും സിഗരറ്റ് വലിച്ചും തകർക്കുന്നുണ്ടെങ്കിൽ, സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരുന്നുണ്ടെങ്കിൽ, അയാളുടെ ജീവിതം അയാൾ നശിച്ചു പോകുന്നുണ്ടെങ്കിൽ അതും ഒരു പ്രശ്നം തന്നെയല്ലേ? ഒരു ജീവൻ തന്നെയല്ലേ അവിടെയും പോയിക്കൊണ്ടിരിക്കുന്നത്? അല്ലാതെ അയാൾ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്യട്ടെ, മറ്റത് അയാൾ വേറെയുള്ള ആളുകളെ, ഒന്നും അറിയാത്ത ആളുകളെ കൊല്ലുകയാണ് എന്നാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാൽ അത് കേസാവണത് എന്തുകൊണ്ടാണ്? അല്ലെ, എനിക്ക് മനസ്സിലാവണില്ല എന്താണ്. അത് പറഞ്ഞാൽ കുറെ സംസാരിക്കേണ്ടി വരും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞതിന്റെ എന്തെങ്കിലും ഒരു കോർ എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇങ്ങനത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്. ഈ TV ചാനലിന്റെ നമുക്ക് ഓക്കെ, OTT നിന്ന് നീക്കം ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഊളത്തരാണെന്നേ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും അതവിടെ നിൽക്കട്ടെ. ഇനി അതിനോട് ചേർത്ത് നമ്മൾ കാട്ടാളനിൽ പറഞ്ഞ കാര്യം, കാട്ടാളനിൽ ഇനി ബ്രൂട്ടൽ വയലൻസ് ഉണ്ടാവില്ല. വീണ്ടും പ്രേക്ഷകരോട് നീതി പുലർത്തി ഷെരീഫ് മുഹമ്മദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രേക്ഷകരോട് നീതി പുലർത്തി ഒന്നും പറയാൻ പറ്റില്ല. കാരണം വയലൻസ് ഇഷ്ടപ്പെടുന്ന ആളുകൾ, വയലൻസ് സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരൊക്കെ വയലൻസ്, ഇപ്പൊ ഞാൻ വയലൻസ് സിനിമകൾ കാണുന്ന ആളാണ്. മാർക്കോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ആളാണ്. ഞാനത് കണ്ടിട്ട് ആരെയും തല്ലിക്കൊല്ലാനോ ഒരു കത്തിയെടുത്ത് കുത്താനോ ചുറ്റിയേക്ക് തല്ലിക്കൊല്ലാനോ പോയിട്ടില്ല. എന്നെ പോലെ എത്രയോ ആളുകളുണ്ട് വയലൻസ് സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്ന, എന്നാൽ അത് കാരണം ബാക്കിയുള്ളവരെ തല്ലിക്കൊല്ലാൻ പോകാത്ത ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഏത് വയലൻസിന് പറഞ്ഞാലും അതിനൊരു പ്രത്യേക ഒരു കാരണങ്ങൾ അവിടെ ഉണ്ടാവും. അല്ലാതെ വെറുതെ ഇരിക്കുന്ന ഒരുത്തനെ പോയി തല്ലിക്കൊല്ലാനൊന്നും ഒരു സിനിമയും പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ അങ്ങനെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ കാട്ടാളനിൽ ഭയങ്കരമായിട്ടുള്ള വയലൻസ് ഉണ്ടാവും. വീണ്ടും മാർക്കോയ്ക്ക് ശേഷം വരുന്ന രീതിയിലൊക്കെ ഭയങ്കര പഞ്ച് കിട്ടുന്ന, ഹൈപ്പ് കിട്ടുന്ന സിനിമയാണ്.
എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ പല ആളുകളും ആവശ്യപ്പെട്ട പ്രകാരം സിനിമയിലുള്ള വയലൻസ് മാറ്റി നിർത്തിയാൽ ഒരു പക്ഷെ ഒരു പരിധി വരെ വയലൻസ് കുറക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആരെങ്കിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ ഇത് വയലൻസ് കുറക്കുകയാണ് എന്ന് ഇതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത്ര വയലൻസ് ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ആ സിനിമ ആവശ്യപ്പെടുന്ന ചില ആക്ഷൻ രംഗങ്ങൾ, കുറച്ച് ബ്രൂട്ടൽ ആയിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ട്, അത് അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും മാർക്കോ തലത്തിൽ ഒരു സംഭവം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാട്ടാളനിൽ ബ്രൂട്ടൽ വയലൻസ് ഉണ്ടാവില്ല, സാമൂഹിക പ്രതിബദ്ധത കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം. എന്നാൽ കഥ ആവശ്യപ്പെടുന്ന ത്രില്ലർ സ്വഭാവത്തോടൊപ്പം ആക്ഷൻ രംഗങ്ങൾ നിലനിർത്തുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി പറയാനുള്ളത് ബൈസൺ എന്ന് പറയുന്ന പാരഞ്ജിത്ത് സംവിധാനം ചെയ്യുന്ന നമ്മുടെ ധ്രുവ് വിക്രം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമ. അതിന്റെ ഫസ്റ്റ് ലുക്ക് 7/3/25 നാളെ പുറത്തു വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബൈസൺ വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ്. ഒന്ന് പാരഞ്ജിത്ത് ആണെന്നുള്ളതും 2 ആക്ഷൻ ഓറിയന്റഡ് ഫിലിം ആണെന്നുള്ളതുമാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു ടൈറ്റിൽ അനൗൺസ്മെന്റ് പോസ്റ്ററൊക്കെയാണ് തന്നിട്ടുണ്ടായിരുന്നത്. കിടിലൻ പോസ്റ്റർ ആയിരുന്നു. എന്തായാലും നാളെ ഇതിന്റെ ഫസ്റ്റ് ലുക്ക് നമുക്ക് കാണാം. പിന്നെ പറയാനുള്ളത്, ഒരു പക്ഷേ മലയാളത്തിൽ ഇപ്പൊ നമ്മൾ ഒരുപാട് വലിയ സിനിമകൾ, പ്രതീക്ഷയോടെ വലിയ സിനിമകൾ എമ്പുരാൻ അടക്കം പറയുന്നുണ്ടെങ്കിൽ പോലും അത് പതുങ്ങി നിൽക്കുന്ന ഒരു സാധനം. നമ്മൾ പറഞ്ഞു പുലി പതുങ്ങിയത് കുതിക്കാനാണെന്ന് പറഞ്ഞ പോലെ പതുങ്ങി നിൽക്കുന്ന ഒരു സിനിമയാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് കത്തനാർ എന്ന് പറഞ്ഞ സിനിമ. അതൊരു വൻ വരവായിരിക്കും. കാരണം ഒരു പ്രതീക്ഷയില്ലാതെ നിൽക്കുന്ന സമയത്താണ് അതിന്റെ ഒരു ടീസർ ഇവർ തന്നിട്ട് ഞെട്ടിച്ചത്. ശരിക്കും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നുള്ളത് തന്നെയാണ് ആ വാക്ക്. അത്രമാത്രം ഗംഭീരമായിട്ടുള്ള ടീച്ചറാണ് തന്നിരുന്നത്. ഈ സിനിമ വരുമ്പോൾ ഒരു പക്ഷെ വമ്പൻ ഹൈപ്പായിരിക്കും സിനിമയ്ക്ക് ഉണ്ടാവുക. നമ്മളെ ശരിക്കും ഞെട്ടിക്കുന്ന രീതിയിലായിരിക്കും പെർഫോമൻസ് ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് ഞാൻ പേഴ്സണലി അറ്റ്ലീസ്റ്റ്. അപ്പോ ഈ സിനിമയുടെ ഡബ്ബിങ് തുടങ്ങിയിട്ടുണ്ട്. സിനിമ ഫുൾ ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഡബ്ബിങ് ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. അതിന്റെ ഒരു 2-3 ഫോട്ടോസൊക്കെ നമ്മുടെ ജയസൂര്യ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ സിനിമ ഒരു ഗംഭീര സിനിമ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണുള്ളത് തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. കത്തനാർ റോറിംഗ് സൂൺ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ റിലീസ് ഡേറ്റും മറ്റു കാര്യങ്ങളും നമുക്കറിയില്ല. പലതരത്തിലുള്ള ഡേറ്റുകൾ കേൾക്കുന്നുണ്ടെങ്കിലും കൺഫേം ആയിട്ടുള്ള ഡേറ്റ് തന്നിട്ടില്ല. ആദ്യം ഒരു ഡേറ്റ് തീരുമാനിക്കും, അത് പിന്നീട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ കൺഫേം ആയിട്ടുള്ള ഡേറ്റ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പ് ഡബ്ബിങ് കഴിഞ്ഞിട്ടുള്ള ഒരു പക്ക ഒരു ട്രെയിലർ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നത് ഗ്ലിംസ് ആണ് തോന്നുന്നത്. എന്തായാലും ടീച്ചർ നമുക്ക് കണക്കിലെടുക്കാം. സോ അത് കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് എമ്പുരാനെ കുറിച്ചാണ്. എമ്പുരാനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു വാക്ക് ഞാൻ യൂസ് ചെയ്യാൻ ശരിയാണെന്ന് എനിക്കറിയില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഒരു പുണ്ടക്കി മോനെ കുറിച്ച് പറയാനുണ്ട് എന്നുള്ളതാണ് ശരി. സോറി, അത് അങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. വാക്ക് ഒരു തെറി വാക്കാണ്. അതായത് നാനിക്കിത് എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 രീതിയിലാണ് നമ്മളത് കാണേണ്ടത്. ഒന്ന്, മലയാളത്തിലേക്ക് ഡബ് ചെയ്തപ്പോ ഏതോ കിളി അറിയ ആളുകൾ ഇതിന്റെ എക്സാക്ട് മലയാളം ഇതാണ് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഒരു വേഷക്കുണ്ടായവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവന്റെ അമ്മയുടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഭയങ്കരമായിട്ട് അങ്ങനെ കുറച്ച് തെറിയൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ കയ്യിൽ ഇങ്ങനെ ടച്ച് ചെയ്തിട്ടുണ്ട്. നല്ല എന്തോ വലിയ സംഭവം എന്ന് വിചാരിച്ച് എഴുതി വെച്ച പോലെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് തെറിയോട്ട് തെറി. 2, ഇവർക്ക് കിളി മാറിയിട്ടു. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതാണല്ലോ ഒരു ട്രെൻഡ്, കുറച്ച് വയലൻസും കുറച്ച് തെറിയൊക്കെ വിളിച്ച രസം, ചുരുളി പോലെ ഒരു പടം. ഓക്കെ, ഇരിക്കട്ടെ, അങ്ങനെ ഇട്ടതായിരിക്കാം ഒരു വൈറലാകാൻ വേണ്ടിയിട്ട്. എന്തായാലും വൻ ചർച്ചയായിട്ടുണ്ട്. കുറ്റം പറയാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പക്ഷെ തെറിയൊക്കെ യൂസ് ചെയ്യണത് തെറ്റാണെന്ന് ചോദിച്ചാൽ ചുരുളി പോലുള്ള സിനിമകൾ നമ്മൾ കണ്ട സ്ഥിതിക്ക് തെറ്റാണെന്ന് പറയാനുള്ള അവകാശം നമുക്കില്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെ ഒക്കെ ശ്രമിച്ച് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് തോന്നുന്നത്. കയ്യിലൊക്കെ അത് കുത്തിവെച്ച് നടക്കാന്നൊക്കെ പറഞ്ഞാൽ കിളി വാറിയിട്ടതാണെന്നുള്ള സാധ്യത തന്നെ ഉള്ളൂ. അല്ലാതെ ഒരാൾ ഞാൻ സ്വയം ഇങ്ങനെയാണെന്ന് എഴുതി വെച്ച് നടക്കുമോ? ഐ ഡോണ്ട് നോ. എന്തായാലും കഥയുടെ ഒരു ഉള്ള് എന്താണ്, അത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. അത് അറിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ശരിയോ തെറ്റോ നമുക്കുള്ളത് മനസ്സിലാവുക. ഇനി നമുക്ക് പറയാനുള്ളത് എംപുരാനെ കുറിച്ചിട്ടാണ്. എംപുരാനെ കുറിച്ച് കുറെ ആളുകൾ ചോദിക്കേണ്ട അപ്ഡേറ്റുകളൊന്നും ഇല്ല, എംപുരാനെ കുറിച്ച് എന്താ പറയത്തെന്ന്. എംപുരാനെ കുറിച്ച് ഓൾമോസ്റ്റ് ആ ലാസ്റ്റ് 36 കഥാപാത്രങ്ങളെ കാണിച്ചോട് കൂടി കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞു. ഇനി നമ്മളൊക്കെ വെയിറ്റ് ചെയ്യുന്നതിന്റെ ട്രെയിലറിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെയുള്ള ചില സർപ്രൈസ് കാസ്റ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് കേൾക്കാനാണ്. പിന്നെ ഇവർ ഇതിന്റെ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ ഞാനൊക്കെ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ലാലേട്ടനൊക്കെ ഇതിനെ കുറിച്ച് പറയണത് എന്താണെന്ന് അറിയാനും, ഇവരിതിന്റെ ഓഡിയോ ലോഞ്ച് വെക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയണമെന്ന്, ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ഇതൊക്കെ വെക്കുന്നുണ്ടോ നമുക്കറിയില്ല. എന്തായാലും ഇപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള 2-3 ദിവസങ്ങളായിട്ട് എല്ലാവരും കേട്ടായിരിക്കും, എന്നാലും ചോദിച്ച സ്ഥിതിക്ക് പറയാന്നുള്ളതേ ഉള്ളൂ. നമുക്ക് കിട്ടിയിട്ടുള്ള 2-3 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, എമ്പുരാൻ 400 അധികം ഫാൻ ഷോവുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 400 കടന്ന് എമ്പുരാൻ ഫാൻ ഷോ ഇത്തവണ മോളിവുഡിൽ
പുതുചരിത്രം കുറിക്കും എന്ന് പറഞ്ഞിട്ട് 400+ ആണ്. അത് എത്ര എക്സാക്ട് ഒന്നും വന്നിട്ടില്ല. ഇതിപ്പോ ഒരു 3-4 ദിവസം മുമ്പ് വന്നാണ് ഈ 400 എന്നുള്ളത്. ഇതിപ്പോ അതും കഴിഞ്ഞ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷെ എക്സാക്ട് ആയിട്ട് ഒഫീഷ്യൽ ആയിട്ടോ എന്തെങ്കിലും ഒരു കണക്ക് പുറത്ത് അവർ വിട്ടിട്ടില്ല. പക്ഷെ 400 കടന്നു എന്നുള്ളത് ഓൾമോസ്റ്റ് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുള്ള വാർത്തകളാണ് താനും. അപ്പൊ എന്തായാലും 12 മണിക്ക് ഷോ പറഞ്ഞു കേൾക്കുന്നുണ്ട്, 4 മണിക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്, 7 മണിക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. 4 മണിക്കും 12 മണിക്കും ഇതിൽ ഏതെങ്കിലും ടൈം വരികയാണെങ്കിൽ ഗംഭീരമായിരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ആൻഡ് ഞാൻ 12 മണിക്ക് തന്നെ ആയിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. 12 മണിയുടെ ഒരു ഷോ ഞാൻ പോയി കണ്ടത് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ 3 മണിയുടെ 4 മണിയുടെ ഒക്കെ ഷോയ്ക്ക് പോയിട്ടുണ്ട്. അത് വിജയ് സിനിമകൾക്കും അത്തരം സിനിമകൾക്ക് നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ ലാലേട്ടന്റെ ഒരു സിനിമ അത് 12 മണിക്ക്, അത് 27-ാം തീയതി 12 കഴിഞ്ഞ് ഒരൊറ്റ സെക്കൻഡ് ആകുമ്പോഴേക്കും നമ്മൾ തിയേറ്ററിൽ ഇങ്ങനെ കാണുന്ന ഒരു ആവേശം അത് ഭയങ്കരം തന്നെയാണ്. സോ അങ്ങനെ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അന്വേഷിച്ചിടത്തോളം പറയാൻ കഴിഞ്ഞത് നിലമ്പൂര്, വണ്ടൂര്, മഞ്ചേരി സ്ഥലങ്ങൾ മൊത്തം, അത് കേരളം മൊത്തം ഒരൊറ്റ ടൈം കൊടുക്കുക. അത് തന്നു കഴിഞ്ഞാൽ മിക്കവാറും ഈ സ്ഥലങ്ങളിലൊക്കെ ഈ ഒരു 12 മണിന്റെ ഷോ ഉണ്ടെങ്കിൽ 12 മണിക്ക് തന്നെ, 3 മണിക്കാണെങ്കിൽ 3 മണിക്ക് തന്നെ ആ ഷോ എപ്പോഴാണോ ഫസ്റ്റ് ഷോ അത് കൊടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു ആവേശത്തിലാണുള്ളത്. ടിക്കറ്റ് കിട്ടിയിട്ടില്ല, ടിക്കറ്റ് അന്വേഷിച്ചിട്ടുണ്ട്. ആ ടൈം കറക്റ്റ് ആയി കഴിഞ്ഞാൽ ആ ടിക്കറ്റ് നമ്മൾ മേടിച്ചിരിക്കും, കണ്ടിരിക്കും, അതിന്റെ റിവ്യൂ നമ്മൾ പറഞ്ഞിരിക്കും. അല്ല പിന്നെ അതല്ലാതെ പിന്നെ ഇതിനെ കുറിച്ച് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം ദീപക് ദേവ് ഇട്ടിട്ടുള്ള, അത് പൃഥ്വിരാജും അതിന്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, ഈ ഒരു ഫോട്ടോ. ഇതെന്താ സംഭവം എനിക്കറിയില്ല. 164/683 ഒക്കെ എഴുതിയിട്ടുണ്ട്. എസ് പാസ് 1 ടേക്ക് 24 എന്നൊക്കെ. എന്റെ മക്കളെ, ഇത് ഈ സിനിമയുടെ മ്യൂസിക് സെക്ഷൻ ആണെന്ന് പറയേണ്ടി വരും. മ്യൂസിക് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ശരിക്കും ഈ പണ്ടൊക്കെ ഹോളിവുഡ് സിനിമകളിലൊക്കെ വലിയ രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു റഹ്മാനൊക്കെ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽ ലൈവ് ആയിട്ടുള്ള മ്യൂസിക് റെക്കോർഡിംഗ് നടത്തി ഭയങ്കരമായിട്ടുള്ള ഈ യൂട്യൂബിലും അല്ലെങ്കിൽ ചില TV ഷോസിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഞെട്ടാറുണ്ട്. എന്ത് ഇത്രയും ആളുകൾ, ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ അവർ പ്ലേ ചെയ്യുന്നു, അത് റെക്കോർഡ് ചെയ്യുന്നു. അത്തരത്തിൽ വലിയ ഒരുപാട് ആളുകൾ നിൽക്കുന്ന വലിയൊരു സെക്ഷനാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈവ് മ്യൂസിക് സെക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്, റെക്കോർഡിംഗ് സെക്ഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ എമ്പുരാൻ ഓഫ്കോഴ്സ് നമുക്കിത് വലിയ അത്ഭുതം എന്ന രീതിയിൽ തോന്നാത്തതിന്റെ ഒരു കാരണം, ഇപ്പോൾ അറിഞ്ഞിട്ടുള്ള ഹൈപ്പുകളെല്ലാം, കിട്ടിയിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം അത്രമാത്രം മുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ്. എന്തായാലും എമ്പുരാൻ എന്നുള്ളത് മലയാള സിനിമയുടെ തലവര മാറ്റുന്ന, നല്ല രീതിയിലുള്ള ഒരു മികച്ച വിജയം നേടുന്ന, മികച്ച കളക്ഷൻ നേടുന്ന, നമ്മളെ ഞെട്ടിക്കുന്ന ഒരുപാട് അപ്ഡേറ്റുകളുള്ള ഒരു ഗംഭീര സിനിമയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ന് വെച്ച് ആ പ്രതീക്ഷകൾ കൊണ്ടല്ല സിനിമ കാണാൻ പോകുന്നത്. വീണ്ടും എടുത്തു പറയാണ്, എത്ര ഹൈപ്പ് ഉണ്ടെങ്കിലും ലാലേട്ടൻ ഫിലിം, ലൂസിഫറിന്റെ അടുത്ത ഭാഗം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ അതിൽ കൂടുതൽ അപ്പുറത്തേക്ക് ഇടുന്നൊക്കെ ബോണസ്, എക്സ്ട്രാ ബോണസുകൾ എന്ന രീതിയിൽ മാത്രമേ ഇപ്പോഴും വെക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഓഫ്കോഴ്സ് അതിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള വലിയ നടന്മാരും ജെറോം ഫ്ലിൻ അടക്കം ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും അവരുടെയൊക്കെ ഭാഗം ഒരു 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ് ഒക്കെ വരുന്ന ചെറിയ ചെറിയ ക്യാമിയോസ് ആയിരിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ മാത്രമേ ഇപ്പോൾ വെക്കുന്നുള്ളൂ. കാരണം അതിനപ്പുറത്തേക്ക് വെച്ച് നമ്മൾ വെറുതെ ആവേശപുളകിതരായി അവസാനം പടം കാണുമ്പോൾ ബോറടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ലൂസിഫർ കണ്ട് എൻജോയ് ചെയ്തവരാണ്, നമ്മളെ ത്രില്ലടിപ്പിച്ച സിനിമയാണ്. സോ അത്തരത്തിലൊരു പടം നമ്മൾ പ്രതീക്ഷിക്കുന്നു, പോകുന്നു, കാണുന്നു. അതിന്റെ മുകളിൽ കിട്ടുന്ന എല്ലാം എക്സ്ട്രാ ബോണസുകൾ. എന്നെ പോലെ ഒരുപാട് ഹൈപ്പ് ഉണ്ടെങ്കിലും ആ ഹൈപ്പ് കൊടുക്കാൻ ആഗ്രഹിക്കാത്ത ആളുകൾ കമന്റിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ഏതാണെന്നുള്ളത് മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും കാണുന്നവരെ